ഹലോ വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കേക്കിൻ്റെ റെസിപ്പി കേട്ടപ്പം ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ബേക്കറിയിലൊക്കെ കിട്ടുന്ന ഗീ കേക്കിൻ്റെ റെസിപ്പി ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഗീ കേക്കിൻ്റെ റെസിപ്പി ഇതാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നെയ്യ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. ബട്ടറൊന്നും യൂസ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ഓവണും യൂസ് ചെയ്യുന്നില്ല, ബീറ്ററിൻ്റെയും ആവശ്യം വരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ നമ്മുടെ ഐഷാസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഗീ കേക്ക് എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ഗീ കേക്ക് ഉണ്ടാക്കാൻ നമുക്ക് മെയിനായിട്ട് വേണ്ടത് നെയ്യാണ്. നെയ്യ് ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് നെയ്യ് ഇതുപോലെ കുറച്ചൊന്ന് മെൽട്ടായ നെയ്യ് വേണം. ഇവിടെ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. പക്ഷേ വല്ലാണ്ട് ചൂടാക്കി എടുക്കും ചെയ്യരുത് കേട്ടോ. ചൂടോട് കൂടിയിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കും ചെയ്യരുത്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചൂടാക്കുക, പക്ഷെ വല്ലാണ്ട് ചൂടാക്കരുത്. കുറച്ചൊരു കട്ടൊക്കെ ഉണ്ടായിക്കോട്ടെ. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് പാല് വേണം. പാല് ഒട്ടും തണുപ്പില്ലാത്ത പാല് വേണം, റൂം ടെമ്പറേച്ചറിലുള്ള പാല് വേണം. ചൂടാക്കണ്ട, പക്ഷേ തണുപ്പ് ഒട്ടും പാടില്ല. അതുപോലെ അല്പം ഉപ്പ് എടുത്തിട്ടുണ്ട്, ഈ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ബേക്കിംഗ് പൗഡറാണ് നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ മതി. പിന്നെ നമുക്കിതിലേക്ക് വാനില എസൻസ് വേണം. ഞാൻ 1 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. അതുപോലെ മുട്ട 2 എണ്ണം എടുത്തിട്ടുണ്ട്. വെള്ളയും മഞ്ഞയൊന്നും സെപ്പറേറ്റ് ചെയ്യേണ്ട, ഇതുപോലെ ഒരുമിച്ച് വെച്ചാൽ മതി. അതുപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള മുട്ടയാണെങ്കിൽ കുറച്ച് നേരം പുറത്ത് വെച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഒട്ടും തന്നെ തണുപ്പ് പാടില്ല മുട്ടയ്ക്ക്. അതുപോലെ പഞ്ചസാര പൊടിച്ചതാണിത് കേട്ടോ. ഇത് 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് എടുത്തിട്ടുണ്ട്. 1 കപ്പ് വേണ്ട, 1 കപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മധുരം ഉണ്ടാവും. പൊടിച്ച് തന്നെ യൂസ് ചെയ്യണം കേട്ടോ പഞ്ചസാര. പൊടിക്കാത്ത പഞ്ചസാര ആണെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടാവും. പിന്നെ മൈദപ്പൊടി 1 കപ്പും 1/4 കപ്പും എടുത്തിട്ടുണ്ട്. അതായത് 1/4 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചേരുവകളെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബീറ്ററാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബീറ്റർ ഇല്ലാത്തവർക്ക് ഈ വിസ്ക് വെച്ചിട്ട് ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കുറേ പേര് മുമ്പത്തെ റെസിപ്പിയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബീറ്റർ ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഈ ഒരു റെസിപ്പി ബീറ്റർ ഇല്ലാത്തവർക്കും ചെയ്യാൻ പറ്റും. അതിനായിട്ട് ഞാൻ നെയ്യ് മെൽട്ടാക്കിയതും പഞ്ചസാര പൊടിച്ചതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഞാൻ ബീറ്റർ യൂസ് ചെയ്യുന്നത് എനിക്ക് വല്ലാണ്ട് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കേട്ടോ. കുറേ നേരം വെച്ചിട്ട് മിക്സ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. ബീറ്റർ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. വിസ്ക് ആകുമ്പോൾ കുറച്ച് നേരം എടുക്കും. അപ്പോൾ നെയ്യ് ഞാൻ ബൗളിലേക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ബീറ്ററുടെ വിസ്ക് വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ നെയ്യിലേക്ക് നമ്മൾ പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്കത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ പഞ്ചസാര ആണ് ഇതിലേക്ക് ചേർക്കുന്നതെങ്കിൽ ഇത് കുറേ നേരം ബീറ്റ് ചെയ്താലും ആ ഒരു കട്ട പിടിച്ച് കിടക്കും. പിന്നെ ആ ഒരു കേക്കിനൊരു എന്താ പറയുക, ഒരു ഒട്ടിപ്പിടുത്തം ഉണ്ടാവും പഞ്ചസാര പൊടിക്കാതെ ചേർക്കുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ ആദ്യം വിസ്ക് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കണ്ടോ, പെട്ടെന്ന് ക്രീമിയായി. ഇത് നമ്മൾ നെയ്യ് മെൽട്ടാക്കാതെയും അതുപോലെ നെയ്യ് കട്ട പിടിച്ചിട്ടുള്ള നെയ്യില്ലേ അതും പിന്നെ പഞ്ചസാര പൊടിക്കാതെയാണ് നമ്മൾ മിക്സ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് ക്രീമി ആവില്ല, കുറേ നേരം പിടിക്കും ആ പഞ്ചസാര ഒക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് വരാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ ഇങ്ങനെ വെള്ള കളറിൽ നമുക്ക് ക്രീമി ആയിട്ട് കിട്ടും. പിന്നെ ഇതുപോലെ സൈഡിൽ നിന്നൊക്കെ നന്നായിട്ടൊന്ന് സ്ക്രാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പഞ്ചസാരയുടെ പൊടിയൊക്കെ സൈഡിലൊക്കെ കിടപ്പുണ്ടാവും. അപ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്ക്രാപ്പ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പഞ്ചസാരയും നെയ്യും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് വാനില എസൻസ് ചേർക്കാം 1 ടീസ്പൂണ്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ഞാൻ രണ്ടും കൂടി ഒരുമിച്ച് ചേർക്കുന്നില്ല, ഓരോന്നോരോന്നായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയുടെ മഞ്ഞയും ഇതിൽ ചേർത്തിട്ടുള്ള നെയ്യും കൂടി പെട്ടെന്ന് കമ്പൈൻ ആകുമ്പോൾ ചിലപ്പം പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ നേരം നമ്മൾ ബീറ്റ് ചെയ്യരുത്. മുട്ട ചേർത്തിട്ട് കുറച്ച് നേരം പെട്ടെന്നൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ രണ്ടും കൂടി ഒരുമിച്ച് ചേർത്ത് കൊടുക്കുകയും ചെയ്യരുത്.
അപ്പോൾ ഇതുപോലെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് സ്ക്രാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ രണ്ടാമത്തെ മുട്ട ചേർത്തിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർത്ത് കൊടുക്കുമ്പോഴും ചെറുതായിട്ട് പിരിഞ്ഞു പോകുന്ന ആ ഒരു ടെക്സ്ചർ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറേ നേരം വെച്ചിട്ട് പാല് ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കണ്ട കേട്ടോ. ഈ മുട്ടയും നെയ്യും പാലും കൂടിയൊക്കെ മിക്സ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ബട്ടറും മുട്ടയും പാലും കൂടിയൊക്കെ മിക്സ് ചെയ്യുമ്പോഴാണ് ആ ഒരു പ്രോബ്ലം വരുന്നത്. അപ്പോൾ എപ്പോഴും കുറേ നേരം വെച്ചിട്ട് ബീറ്റ് ചെയ്യരുത്. പിന്നെ പൊടി ചേർക്കുമ്പോൾ അത് ശരിയായിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് അരിപ്പയിലൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ട്, പിന്നെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ചേർത്തിട്ട് ഇതുപോലെ അരിപ്പയിലൂടെ നേരിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമ്മളിപ്പോൾ ഇവിടെ ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു 5 സെക്കൻഡ് മാത്രം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അല്ലാണ്ട് കുറേ നേരം വെച്ചിട്ട് നമ്മൾ ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ കേക്ക് നന്നായിട്ട് പൊങ്ങി വരില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് നല്ലത്. ഫോൾഡ് ചെയ്തെടുക്കുമ്പം കുറച്ച് ബുദ്ധിമുട്ടാണ്, നല്ലൊരു ടെക്സ്ചറിൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബീറ്റർ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അപ്പം തന്നെ എടുത്ത് മാറ്റണം. അല്ലെങ്കിൽ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ഏറ്റവും നല്ല കേട്ടോ. എന്നാലേ നല്ല കറക്റ്റായിട്ട് കിട്ടുള്ളൂ. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഞാൻ ലോഫ് പാനാണ് എടുത്തിട്ടുള്ളത്. അതിലാണ് നമ്മളിപ്പോൾ ഈ ഒരു ഗീ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം താഴെ ഞാൻ ഓയിൽ വെച്ചിട്ട് നന്നായിട്ട് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ ഒഴിച്ച ശേഷമാണ് ഒരു കാര്യം ഓർത്തത്, ഞാനിതിന് താഴെ ബട്ടർ പേപ്പർ വെച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ദയവായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ചെറുതായിട്ട് വിട്ടുപോയതാണ്. ചെറുതായിട്ടല്ല, അത് വിട്ടുപോകരുത്. ബട്ടർ പേപ്പർ വെക്കണം, എന്നാലേ നമുക്ക് ഇതിൻ്റെ അടിഭാഗത്തുനിന്ന് പെട്ടെന്ന് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. സൈഡൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടും, പക്ഷേ അടിഭാഗത്തുനിന്ന് പെട്ടെന്ന് കിട്ടിപ്പോരില്ല. അപ്പോൾ നന്നായിട്ട് കിട്ടണമെങ്കിൽ എപ്പോഴും ബട്ടർ പേപ്പർ വെക്കണം കേട്ടോ. ഇനി ഇതുപോലെ നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒരു 150 ഡിഗ്രിയിൽ OTG ഓവനിൽ 150 ഡിഗ്രിയിൽ ഒരു 45 മുതൽ 55 മിനിറ്റ് വരെയാണ് ബേക്ക് ചെയ്തെടുക്കുന്ന സമയം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ബേക്ക് ചെയ്യാണ്ട് ഞാനിപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഓവൻ ഇല്ലാണ്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം ആദ്യം നോൺ സ്റ്റിക്ക് പാത്രം നന്നായിട്ട് പ്രീഹീറ്റ് ചെയ്യണം. എന്നിട്ട് അതിന് താഴെ ഒരു സ്റ്റാൻഡ് വെച്ചെടുക്കുക. എന്നിട്ട് അതിനകത്ത് നമ്മൾ ഈ ഒരു പാത്രം വെച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വയ്ക്കുക. ഇതൊരു മീഡിയം ലോ ഫ്ലെയിമിൽ വെക്കേണ്ട, ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ നമ്മളിത് ഒരു 55 മുതൽ 60 മിനിറ്റ് വരെ, 1 മണിക്കൂറൊക്കെ വെക്കണം. എന്നാലും നല്ല കറക്റ്റായിട്ട് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. ഇതിപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ടെക്സ്ചർ ഇതുപോലെ ആവുള്ളൂ. കാരണം വല്ലാണ്ട് നന്നായിട്ട് പൊങ്ങി വരുന്ന കേക്കല്ല, ഇത് ഗീ കേക്കല്ലേ. അപ്പോൾ അത്ര കണ്ട് പൊങ്ങി വരുമൊന്നുമില്ല. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. സൈഡിലൊക്കെ നന്നായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്. ഒരു സ്ക്യൂർ വെച്ചിട്ട് കുത്തി നോക്കാം. ക്ലിയർ ആയിട്ട് വരുവാണെങ്കിൽ കേക്ക് റെഡി ആയിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഞാൻ പുറത്ത് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ പുറത്തെടുക്കാം. പിന്നെ ഇതിങ്ങനെ കുറച്ച് നേരം വെച്ചതിന് ശേഷം മാത്രം സൈഡിൽ നിന്നൊക്കെ ഇളക്കി മാറ്റിയാൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ ഇളക്കി മാറ്റണ്ട. പിന്നെ അതുപോലെ നിങ്ങളിപ്പോൾ ഇത് ഓവനിലാണ് നിങ്ങൾ ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗം നല്ല ബ്രൗണിൽ കിട്ടും. അപ്പോൾ ഓവൺ അല്ലാണ്ടാണെങ്കിൽ ഈ ഒരു കളറിലേ കിട്ടുള്ളൂ. അപ്പോൾ ടേസ്റ്റിൽ ഒട്ടും തന്നെ വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് കളർ ഇങ്ങനെ ബ്രൗണിൽ കിട്ടണമെങ്കിൽ ഓവനിൽ വെക്കേണ്ടി വരും മുകൾ ഭാഗത്ത്. പിന്നെ സൈഡ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി മാറ്റാം. ഞാനൊരു അരമണിക്കൂർ ഇങ്ങനെ പുറത്ത് വെച്ചിട്ടാണ് സൈഡൊക്കെ ഒന്ന് കത്തി കൊണ്ട് ഇളക്കി മാറ്റിയിട്ടുള്ളത്. ഇപ്പോൾ കണ്ടോ, ഞാൻ ബേക്കിംഗ് പേപ്പർ വെക്കാഞ്ഞിട്ട് താഴെ ഒന്ന് ചെറുതായിട്ട് അടിയിൽ പിടിച്ചിട്ടുണ്ട്. അടിയിൽ പിടിക്കല്ല, താഴെ കേക്ക് പുറത്തേക്ക് എടുക്കുമ്പം പെട്ടെന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ ചെറുതായിട്ട് ആ ഭാഗം ഒന്ന് ഇതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബേക്കിംഗ് പേപ്പർ വെച്ച് കൊടുക്കുക. അത് മറന്നു പോകരുത് കേട്ടോ, ഞാൻ മറന്നു പോയതാണ്. പിന്നെ കേക്കിൻ്റെ സൈഡ് കണ്ടോ, സൈഡൊക്കെ നല്ല ബ്രൗൺ കളറിൽ തന്നെ വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കേട്ടോ. നെയ്യ് വെച്ച് ഉണ്ടാക്കിയതുകൊണ്ട് സോഫ്റ്റ് അല്ല എന്നൊന്നും വിചാരിക്കേണ്ട, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. പിന്നെ ഈ കേക്ക് എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചൂടോട് കൂടിയിട്ട് കട്ട് ചെയ്യരുത്. ചൂട് ആറിയ ശേഷം ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം കേക്കൊക്കെ കട്ട് ചെയ്യാൻ, പ്രത്യേകിച്ച് ഈ ഗീ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് പെട്ടെന്ന് കട്ട് ചെയ്തുകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ പോലെയൊക്കെ തോന്നും. പക്ഷേ നമ്മൾ 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ബേക്കറിയിലൊക്കെ കിട്ടുന്ന കേക്ക് ഉണ്ടല്ലോ, അതേപോലെ തന്നെ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഗീ കേക്ക്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് ആട്ടോ.
അപ്പം തീർച്ചയായിട്ടും നെയ്യ് വീട്ടിലുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയിട്ട് നിങ്ങൾക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ പറ്റും, ഓവണൊന്നും വേണ്ടല്ലോ. അപ്പോൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബേക്കറിയിലൊക്കെ കിട്ടുന്ന ഗീ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഈ കേക്ക് കട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കണ്ടേ. അപ്പോൾ ഇതാ കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ കാണിക്കാം. അപ്പോൾ ഇതുപോലെ ഇരിക്കും, എല്ലാ സൈഡും ബ്രൗൺ ആയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ മുകൾ ഭാഗം ബ്രൗൺ ആവില്ല, ഓവൺ അല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും. ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യുന്നതെങ്കിൽ ഒട്ടും തന്നെ പൊടിഞ്ഞൊന്നും പോവില്ല കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഒരു ടീ കേക്ക് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു കേക്ക് സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കേക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വേറെ നല്ലൊരു അടിപൊളി വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു.